ശിവരാത്രി ഉത്സവത്തിന്റെ ബാക്കി കഥയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ലോഡ് കൊട്ടയും വട്ടിയും ചെടിയൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ അവിടെ നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണാൻ പോയേ. നമ്മൾ കുറച്ചു നേരം അതൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു നടക്കുമ്പോ അതാ അവിടെ ഒരു ആൾക്കൂട്ടം. എന്നാ പിന്നെ അതെന്താ നോക്കാന്ന് കരുതി അങ്ങോട്ട് നടന്നു. അവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ഗെയിം. 120 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നാല് 1000 രൂപ വിൻ ചെയ്യുന്നതാണ്. പക്ഷെ അധികം നേരം ആരും നിന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇത് കണ്ട പുള്ളിയാണ് കുറച്ചധികം നേരം നിന്നത്. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കണ എന്റെ മമ്മി ആവശ്യമില്ലാതെ എന്നെ പ്രലോഭിപ്പിക്കുക. പക്ഷെ ഞാൻ പോയില്ലട്ടോ. എന്തിനാ വെറുതെ നാണം കിടന്ന്. കഴിവില്ലാന്ന് ഇനി നാട്ടുകാരെയും കൂടി അറിയിക്കണം. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു നടക്കുമ്പോഴതാ എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് ഞാൻ നിരന്നിരിക്കുന്നത്. അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ദേ ഈ കാണുന്ന അമ്മാമന്റെ കയ്യിൽ നിന്ന് ശർക്കര പോലത്തെ എന്തോ സാധനം വാങ്ങി. പിന്നെ നമ്മൾ നേരെ റൈഡിന്റെ അങ്ങോട്ട് പോയേ. അവിടേക്കാണെങ്കിൽ മുട്ടൻ തിരക്ക്. ചൂടെടുത്തിട്ടാണെങ്കിൽ അങ്ങോട്ട് അടുക്കാം. ഞാൻ എല്ലാ വർഷവും വരാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. മുമ്പൊക്കെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗോസ്റ്റ് ഹൗസ് പോലത്തെ പരിപാടികൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ട് പോകണല്ലോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കടലൊക്കെ വാങ്ങി അതും കുറുക്കി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോകുകയാണ്. അന്നപ്പോ നല്ല ആവേശം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചു പോകാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആവേശം ഉണ്ടായിരുന്നില്ലേ.